ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ദോശയുടെയും ബീഫ് ചില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി, പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായി കൈയിട്ട്. അതിൽ നിന്ന് നേരെ പകുതി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന്. 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചിന്, അതിൽ നിന്ന് നേരെ പകുതി ഇട്ട് കൊടുത്ത്. തേങ്ങ, ഒരു മുറി തേങ്ങ നേരെ പകുതി ഇട്ട് കൊടുത്ത്. ഇതെന്ന് വെച്ചാൽ രണ്ടാമതും അരക്കാനുണ്ട് അരി, അപ്പോൾ രണ്ടിലേക്കും ഇടാൻ വേണ്ടിയിട്ട് നേരെ പകുതിയാക്കിയത്. ഒരു പച്ചമുളക്, ഒരു കണ്ടം നീരുള്ളി, ഒരു തണ്ട് കറിച്ചപ്പലി ഇട്ട് കൊടുത്ത്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ എന്താക്കുന്നത്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് എത്ര അരക്കാൻ വേണം വെള്ളം അത്ര ഇതാക്കുന്നു. ഞാൻ എന്താക്കിയെന്നല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ടിട്ട് കൊടുത്ത്. അതിനെ കൊണ്ട് എന്തായി, ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ബാക്കിയുണ്ടായിന്, കണ്ടങ്ങൾ ബാക്കിയുണ്ടായിന്. നിങ്ങൾ അരക്കുമ്പോൾ എന്താക്കണം അറിഞ്ഞാൽ, ആദ്യം ക്യാരറ്റ് അരച്ചിട്ട് കുറച്ച് പൊടിഞ്ഞതിന് ശേഷം അരിയിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ടാമത്തേന് ഞാൻ അങ്ങനെ ആദ്യം ക്യാരറ്റ് അരച്ചെടുത്തിട്ടായിട്ട് പച്ചരി, തേങ്ങ, പിന്നെ ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന, ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി എല്ലാ സാധനവും മുമ്പത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നേരെ അരിഞ്ഞ് കിട്ടീന്. മുമ്പത്തേൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചെറിയ കണ്ടം ക്യാരറ്റ് ബാക്കിയായിന്. ആദ്യം ക്യാരറ്റ് അരച്ചതിന് ശേഷം അരിയും ബാക്കിയുള്ള സാധനമെല്ലാം ഇട്ട് കൊടുത്തങ്ങായി. ഒന്നിച്ചിട്ട് ഇറക്കാൻ കഴിയുന്നെങ്കിൽ ഒന്നിച്ചിട്ട് തന്നെ ഇറക്കുക. ഇത് പിന്നെ നല്ല 2 ഗ്ലാസ് അരി ഉണ്ട്, അപ്പോൾ അതിനോണ്ട് ഒന്നിച്ചിട്ട് ഇറക്കാൻ മിക്സിയിൽ കൊള്ളല. അതിനോണ്ട് ഞാൻ 2 ഭാഗമായിട്ട് അരച്ചെടുത്ത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കണ്ടുപിടുത്തം സക്സസ്ഫുള്ളായിന്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തം. ഞാനിത് ഇങ്ങനത്തെ ദോശ എടി കണ്ടിട്ടില്ല, യൂട്യൂബിൽ സെർച്ചാക്കി നോക്കിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ദോശ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഉണ്ടായി ദോശ. കറിയൊന്നും വേണ്ട, ചൂടോടെ തന്നെ അങ്ങനെ ചായ ഉണ്ടെങ്കിലും മോശമില്ല, അങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പുരയിലുണ്ട് തന്നെ സാധനം, ക്യാരറ്റ് ഉണ്ടാവും, അരി ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും, പിന്നെന്ത് മുട്ട, പിന്നെ എപ്പോഴും നമ്മളെ പുരയിലുണ്ടാകുന്ന സാധനം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബുദ്ധിമുട്ടാവാനൊന്നുമില്ല. ഇല്ലാത്ത ക്യാരറ്റ് ഉണ്ടാവും പുരയിൽ, പിന്നെ ബാക്കി എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ ഒന്ന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കറിയൊന്നും വേണ്ട, പച്ചമുളകിട്ടത് കൊണ്ട് ചെറിയൊരു എരിവും ഉണ്ടായി, ചെറിയൊരു മധുരവും ഉണ്ടായി. എല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ദോശ. അപ്പം ഞാനിത് ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോവും ആഡ്സും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ നല്ലൊരു അടിപൊളി ഹെൽത്തി ദോശ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ ഇതിന് കറിയൊന്നും വേണ്ട, എന്നാലും ഞാൻ കറി ഉണ്ടാക്കുന്നത് നമ്മളെ ബീഫിൻ്റെ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിന്, നല്ല പോലെ വെന്ത് വന്നിന്. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല ആക്കാം. അതിന് വേണ്ടി ചട്ടി വെച്ചിന്. ചട്ടി എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ചില്ലിക്ക് എങ്ങനെയാണ് നീരുള്ളി മുറിക്കുന്നത് അതുപോലെ മുറിച്ചെടുത്തിന്. അപ്പോൾ നീരുള്ളി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നല്ല 2 തണ്ട് കറിച്ചപ്പലി ഇട്ട് കൊടുക്കുന്നു. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി, പിന്നെ നല്ലോണം മൊരിയണമെന്നൊന്നുമില്ല. പിന്നെ
തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഒരേ കളർ ക്യാപ്സിക്കമാണ് കിട്ടിയിട്ടുള്ളത്. 2-3 കളർ കിട്ടിയില്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് കഴിഞ്ഞ്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എരിവൊന്നും ഉണ്ടായിട്ടാ, 1/4 ടീസ്പൂണെല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ 1 സ്പൂണേ ഇട്ടിട്ടുണ്ടായേ. അപ്പോൾ അതും ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടാകുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിന് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്താക്കാം, വേവിച്ച് വെച്ച ഇറച്ചിട്ട് കൊടുക്കാം. എല്ലൊന്നും ഇല്ലാതെ നല്ല ഇറച്ചി മാത്രമാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായി, അതും ഇട്ട് കൊടുത്ത്. അപ്പോൾ വെള്ളം കളഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് അതിനെന്താക്കാം, കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് എടുത്താൽ മതി. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല ഉണക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം. നല്ല ചെറിയൊരു വെള്ളത്തോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കണ്ട. പിന്നെ 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് ചില്ലി. എൻ്റെ അടുത്ത് ചില്ലി സോസ് ഉണ്ടായിട്ടഞ്ഞ് എനിക്ക് തീർന്നത് ഓർമ്മയില്ലാതായി. അപ്പോൾ അതുകൊണ്ട് ചില്ലി സോസ് ഇട്ടിട്ടില്ല. ഉണ്ടാക്കിയിട്ടാകുമ്പോഴാണ് ഓർമ്മയത് തീർന്നതിന്. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് തക്കാളി സോസ്. തക്കാളി സോസ് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി വന്നിന് നമ്മളെ തക്കാളിയും പിന്നെ നീരുള്ളിയും ക്യാപ്സിക്കം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇറച്ചിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിന്. കുറച്ച് നമ്മളെ ഗ്രേവിക്കൊന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, നീരുള്ളിക്കൊന്നും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിനോണ്ട് ഞാനിതാ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് കോൺഫ്ലവറിലേക്ക് 2 സ്പൂണ് വെള്ളവും കൂട്ടിയിട്ട് കലക്കി കൂട്ടി കൊടുക്കുന്നുണ്ട്. കളറൊന്നും ഇടുന്നില്ല, കളറ് വേണ്ടാന്നിരിച്ച് മക്കളൊക്കെ കഴിക്കുന്നതല്ലേ, അതിനോണ്ട് കളറിട്ടിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാനിതാ നല്ല 2 വലിയ പച്ചമുളക് നീളത്തിലരിഞ്ഞതും കറിച്ചപ്പൽ ചെറുതായി അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കറിച്ചപ്പൽ ഇട്ട് കൊടുത്തിന്, ഇതൊരു ഇരിക്കട്ടെന്ന് വിചാരിച്ച് കറിച്ചപ്പലല്ലേ. അപ്പോൾ അതും മിക്സാക്കി കൊടുത്ത് പിന്നെ നമ്മളിതാ ചില്ലിയുടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചില്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ നിരീക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കി. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ചില്ലി റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം.